വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പടയണി കാണാനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാരിപ്പള്ളി കൊടുമൂട്ടിൽ ക്ഷേത്രത്തിൽ. വർഷങ്ങളായി ഞങ്ങൾ ഈ കൊടുമൂട്ടിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുളമട പ്രദേശത്തുള്ള ഒരു കൂട്ടം, അതായത് നാനാജാതി മതസ്ഥര് ചേർന്ന് നടത്തുന്ന ഒരു ആചാര വഴിപാടാണ് ഈ പടയണി. ഈ പടയണി നടത്തുന്നത് എന്ന് പറയുന്നത് പത്തനംതിട്ട കടമ്പനിട്ട കളരി സംഘത്തിൽപ്പെട്ട ആചാര ഗുരുക്കന്മാരാണ് പടയണി ഇവിടെ നമുക്ക് വേണ്ടി ഈ ആചാരം അമ്മയ്ക്ക് വേണ്ടിയിട്ട് അനുഷ്ഠാനിക്കുന്നത്. ഒരു വഴിപാടായി അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇതിനു വേണ്ടി നമ്മൾ ഏകദേശം ഒരു മാസക്കാല അളവില് മനസ്സും ശരീരവും ഏകോപിപ്പിച്ച് വ്രതം അനുഷ്ഠാനിച്ചാണ് ഈ പടയണിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നത്. അമ്മയുടെ എല്ലാ ഭക്തർക്കും അതിന്റെ അനുഗ്രഹം നൽകപ്പെടും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും. നമ്മുടെ ഈ പടയണി നമ്മളിവിടെ സമർപ്പിക്കുന്നത് ഒരു 3 വർഷക്കാലമായി കുളമട ഫ്രണ്ട്സ് ഓഫ് കുളമട എന്ന ഒരു ചാരിറ്റി സംഘടനയും കുളമട ദേശവും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ പടയണി കൊടുമൂട്ടിലമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. പടയണിയുടെ കൂടെ തന്നെ ദേവിയുടെ ദേശപ്രദക്ഷിണവും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള പരിപാടികളൊക്കെ കൈകൊട്ടിക്കളി അടക്കമുണ്ട്, വിവിധ കലാരൂപങ്ങൾ, അങ്ങനെ ഒരുപാട് പരിപാടികൾ ചേർന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പടയണി ക്ഷേത്രത്തിലെത്തുന്നത്. നല്ല വെറൈറ്റി കലാരൂപങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ തനത് ആയിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഉത്സവമാണ് നമ്മുടെ കൊടുമൂട്ടിൽ ക്ഷേത്രത്തിലെ ഉത്സവം. ദേശപ്രദക്ഷിണം എന്ന പേരിൽ തുടങ്ങിയ ചടങ്ങ് പാരിപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങൾ 4 ദിക്കുകളിലായി 4 ക്ഷേത്രങ്ങളിൽ പോയി ഭഗവതിയെ എഴുന്നള്ളിച്ച് തിരിച്ച് ക്ഷേത്രസന്നിധിയിൽ കൊണ്ടുവരുന്ന ചടങ്ങായിരുന്നു അൻപൊലി എഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. ദേശപ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് അമ്പലത്തിലോട്ടുള്ള എഴുന്നള്ളത്താണ് ആ ജീവിത കണ്ടില്ലേ, 4 ജീവിത ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ദേവിയുടെ എഴുന്നള്ളത്താണ്, ദേശപ്രദക്ഷിണമാണ്. 4 സ്ഥലത്തു നിന്നും ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന അത് ഇവിടെ നിന്നും ഒരുമിച്ച് ക്ഷേത്രത്തിലോട്ട് പോകും. കരകാട്ടം കണ്ടില്ലേ, പഴയ നമ്മുടെ ട്രഡീഷണൽ കരകാട്ടം, അതിൻ്റെ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ടുള്ള പരിപാടി. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പടയണി ഘോഷയാത്രയാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഏതായാലും ഇത് കാണാത്തവർ കാണുക, വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. ഇതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെ പങ്കെടുത്തിട്ടില്ല. എന്താ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പടയണി എങ്ങനെ ഇഷ്ടപ്പെട്ടു? നന്നായിരുന്നു. വരും കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ.